ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ലിറ്റിൽ നൈറ്റ് മേഴ്സിൻ്റെ സെക്കൻഡ് ഫാൻ കളിക്കാൻ പോവുകയാണ്. അതായത് സെക്കൻഡ് പാർട്ടല്ല, വീഡിയോയുടെ സെക്കൻഡ് പാർട്ട്. ഇന്ന് നമ്മൾ ഒരു കേജിനകത്തിട്ട് വച്ചിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തുനിന്ന് വേറെ കേജിലിട്ട് വെച്ചിരുന്ന കുട്ടിയൊക്കെ വരച്ചുകൊണ്ട് പോയി. ഇപ്പം നമ്മളെ എടുക്കാൻ വരുന്നതിന് മുന്നേ നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടം ഷേക്കാക്കി തറയിലിടണം. എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്? ഗൈസ്, തറ തല്ലി വീണിരിക്കുകയാണ്. അവിടെ നിന്ന് വിളിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, സംഭവം ആ ലിവറിൽ പുളി ചെയ്യുമ്പോഴായിരിക്കും ആ ഡോർ ഓപ്പൺ ആവുന്നത്. അങ്ങനെ നമുക്ക് ഈ കേജിനകത്തൊരു കുട്ടിയുണ്ട് കേട്ടോ. ഇവരെന്തിനാണത് ഈ കുട്ടികളൊക്കെ കളക്ട് ചെയ്യുന്നത്? ഇനി കറി വെച്ച് കഴിക്കാനാണോ എന്തോ? ഓക്കെ, നമുക്കതിൽ പുൾ ചെയ്യാം. ഓക്കെ, സക്സസ്ഫുള്ളി ഡോർ തുറന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അതെ ഗൈസ്, അത് വിടുമ്പോൾ തിരിച്ചു പോകും. അപ്പം നമ്മൾ സിങ് ചെയ്ത് അപ്പുറത്തിറങ്ങണം. അതാണ് അതിൻ്റെ അടുത്ത അവയുള്ള ഓപ്ഷൻ. അതെ, യെസ്, നമ്മളപ്പുറത്ത് കടന്നിരിക്കുകയാണ്. കൂര ഇട്ടാണ് ഗൈസ്. ഓക്കെ, ഇവിടെയൊന്നും വേറെ വഴിയൊന്നും കാണുന്നില്ല. വന്ന വഴിയും ഓക്കെ, ഒന്ന് വഴി ക്ലോസ് ആയിട്ടുണ്ട്. ഇവിടെ വേറെ വഴിയില്ല. അപ്പം ഇത് പിടിച്ചായിരിക്കും വരെ. ഇത് പിടിച്ച മേളിട്ട് കയറണം. ബാക്കി വഴി മോൾ വശത്താണ്. ഓക്കെ, നമ്മളവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ പോവുകയാണ്. അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കത്തിക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഗെയിം ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ ഓക്കെ തറയിലെല്ലാം ചവിട്ടുമ്പോൾ വൈസ് ജെസിലിക്കാൻ ഇവിടെ ഉണ്ട്. സംഭവം ജെസിലിക്കാന് കണ്ണ് കണ്ടുകൂടാ. ശബ്ദവും സ്മെല്ലും വെച്ചിട്ടാണ് അവൻ നമ്മളെ മനസ്സിലാക്കുന്നത്. ഈ പേപ്പർ വഴി തന്നെ നമ്മൾ മാക്സിമം നടക്കണം, ഇല്ലെങ്കിൽ സൗണ്ടാണ് കേൾക്കാൻ പറ്റും. നമുക്ക് സൗണ്ട് ഉണ്ടാക്കാണ്ട് പയ്യെ പോവാം. നമുക്ക് അതിന് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് കേജിനകത്ത് കയറാം. അവിടെ എല്ലാം നമ്മളെ നോക്കുകയാണ്. ഓക്കെ, കിളി കേജിൻ്റെ മുകൾ വഴി കയറി പോവാം. ഒരു ലോങ് ചാട്ടം വേണ്ടി വരും. എന്നാലേ പേപ്പർ ഇട്ടിരിക്കുന്നതിൻ്റെ എന്ത് പേപ്പറാണെന്ന് അറിയത്തില്ല. പേപ്പർ തന്നെയാണോ? അതെ, വേണ്ട. കുഞ്ഞുങ്ങളൊക്കെ പൊതിഞ്ഞ് പാഴ്സലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തൂടെ നമുക്ക് അപ്പുറത്താകാം. അതെ, അപ്പുറത്ത് വന്നിരിക്കുകയാണ്. ഇവിടെയും വേറെ വഴിയില്ല. എനിക്ക് തോന്നുന്നത് ആ ലിവറെടുത്ത് നമ്മൾ പുള്ളി ചെയ്യണമായിരിക്കും. അതെ ഗൈസ്, ആ ലിവറെടുത്ത് കറങ്ങുമ്പോൾ അത് ഓപ്പൺ ആവും. ലിവർ വിട്ടാൽ തിരിച്ച് വരുമോയെന്ന് അറിയത്തില്ല. ഇല്ല ഗൈസ്, ഓ മറ്റേ അവൻ വന്ന് ജെസിബിയെ ചെരുപ്പൊക്കെ ഊരി ഇറങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ധാരണ മേളിൽ നിന്ന് ചെരുപ്പൊക്കെ ഊരി എറിയണേ. ഓക്കെ, നമുക്ക് ചെരുപ്പ് തലവിന് ചാവുന്നും ഭാഗം ചെരുപ്പിൻ്റെ അത്രയേ ഉള്ളൂ. സിക്സർ കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ടിലിട്ട് പോവാം. ഇവിടെ അത്രയും ചെരുപ്പാണ്. ഇത്രയും പേരെ കൊന്ന് തിന്നു വന്നത്.
എനിക്ക് എവിടെ ലോക്കായിരുന്നു. ഇവിടെ സംഭവം നമ്മൾ ചെറുതായിട്ടൊന്ന് ലോക്കായി പോയി. എന്തോരം ചേരുവ. സൗണ്ട് വരുന്നുണ്ട്. ഈ ചിരിപ്പിൻ്റെ അടിയിൽ ആരോ ഉണ്ട്. പെട്ടാൽ നമുക്ക് ആ പെട്ടിയുടെ മേലിൽ കാരണം ഭയങ്കരമായിട്ട് ഷേക്കാവുന്നുണ്ട്. ചെരുപ്പിൻ്റെ അടിയിൽ എന്തോ ഉണ്ട്. അവ നമ്മൾ പെട്ടികളിൽ കയറി വേണം പോവാൻ. നമുക്ക് അത് വീണ്ടും വരുന്നുണ്ട്. പെട്ടിയിൽ കയറാൻ സമയം കിട്ടിയില്ല. ഓക്കെ, ഇത്തവണ നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടിയിൽ കയറാം. ഇത്തവണ ഞാൻ കയറിയില്ല ഗൈസ്. ഓക്കെ, ഓടിക്കോ. ഇത്തവണ നമ്മൾ എന്തായാലും അതെ കയറി ഗൈസ്. യെസ്, പെട്ടെന്ന് അതെ ഇപ്പൊ കൊണ്ടുപോയാനെ. ഓക്കെ, നമുക്കിനി അവിടെ ചാടി കയറി അതെ ഇതുവഴിയായിരിക്കണം. ഓക്കെ, എവിടെ നിന്നെല്ലാം വെട്ടമൊക്കെ വരുന്നുണ്ട് ഗായ്സ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. നെരങ്ങി ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമ്മളത് സരസികമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. രക്ഷപ്പെട്ടിട്ടില്ല, ഓൻ ബാക്കിൽ തന്നെ ഉണ്ട്. ഓടിക്കോ. അവിടെ എത്തുമ്പോൾ വഴി തീർന്നിരിക്കുകയാണ്. സംഭവം ഇത് ലിഫ്റ്റാണ്. അവനെ കണ്ടുകൂടാത്തത് നമ്മുടെ ഭാഗ്യം. ലിഫ്റ്റിൻ്റെ സൗണ്ട് വെച്ചിട്ട് അവൻ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ. നമുക്കൊരു സൈഡിൽ ചെന്നോ ഒളിച്ചു നിൽക്കാം. എന്തോ കാര്യമായി ചവയ്ക്കുന്നുണ്ട്. പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ എന്തോ ചവക്കിങ്ങനെ കൊണ്ടു. ഓ, മറ്റേ ഷെല്ല് വെച്ച സാധനം അതിറങ്ങി ഓടിപ്പോയി. അപ്പോൾ അവൻ്റെ വേക്കേ പോയി നമുക്ക് ആ ടൈം കൊണ്ട് ഇവിടെ നിന്ന് പുറത്ത് കിടക്കാം. ഇവിടെ ഡോറൊന്നുമില്ല. നമ്മൾ നിൽക്കുന്നു പലവ ഇളവിയിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയിലോട്ടാണെന്ന് തോന്നുന്നു. അതായിരിക്കണം, കാരണം വേറെ വഴികളൊന്നും ഇവിടെ നോക്കിയിട്ട് കാണാനില്ല. നമുക്ക് ഈ വെട്ടിതള്ളി മാറ്റാം. എന്നിട്ട് പാവ എടുക്കാം. ഓക്കെ, പാവ എടുക്കണ്ട, അതിന് മുന്നേ താഴെ പാവ ഇടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നു. താഴോട്ടിറങ്ങി വരത്തില്ലാന്ന് തോന്നുന്നു. അത് മേളിലുണ്ട് ഗൈസ്. ജസ്റ്റ് മേളിൽ നിൽക്കുന്നുണ്ട്. നമുക്കിനി മേളിലോട്ട് പോകണം. ഓക്കെ, അവിടെയും ഒരു പാവ ഇരിപ്പുണ്ട്. സൗണ്ട് ഉണ്ടാക്കാതെ പോവാം. സംഭവം പാവ എറിഞ്ഞ് അവനിങ്ങോട്ട് വെക്കണം, കാരണം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പാവ നമുക്ക് ഇങ്ങോട്ട് എടുത്തെറിയായി. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് അവൻ്റെ സ്ഥലത്തോട്ട് പോകണം. ഓക്കെ, അവൻ വരുന്നുണ്ട്. അപ്പം ഈ സൗണ്ട് ഉണ്ടാക്കാതെ നമുക്ക് പോവാം. എനിക്ക് ഇതിൻ്റെ മേളിലോട്ടാണ് കയറേണ്ടതെന്ന് തോന്നുന്നു. അതെ, വേറെ വഴിയില്ല അവിടെ. ആ പാത്രം അവൻ അതിൻ്റെ സൗണ്ട് കേട്ട് ഇല്ല ജസ്റ്റ് മിസ്. അവൻ്റെ കൈ വരുന്ന വേറെ അങ്ങോട്ട് പോകുന്നുണ്ട്. മിക്കവാറും നമ്മളപ്പോഴെത്തുമ്പോൾ എവനോ അവിടെ കാണും. ഇതേതോ തന്നല്ലേ കണക്കത്തെ വഴിയാണ്. അവനങ്ങോട്ട് വരാൻ പറ്റൂല എന്നാ തോന്നുന്നേ. എന്തായാലും ഈ വഴി അവന് വരാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവൻ്റെ കൈ വരും. കാര തൂങ്ങി കയറിപ്പോഴേ ചിലന്തിയോ ചുംബണോ ഇവിടെയൊക്കെ ഇത്രയും ഹൈറ്റ്. ഈ ചെയറൊക്കെ എന്തിനാണ് എയറിൽ തൂക്കിയിട്ടേക്കുന്നതെന്നാണ് മനസ്സിലാവാത്ത.
ഈ സൗണ്ട് കേട്ട് എല്ലാരും പൊമിക്കാണ്. സോറി ഗൈസ്, കാലം വന്ന് കണ്ണാണ്ടുണ്ടെങ്കിൽ അതിന്റെ മൂക്കിനൊരു ഒത്തിരി പാടുള്ളൂ. പിടിച്ചു ഗൈസ്. ഇതാണ് നമ്മൾ വേറെ സ്ഥലത്ത് വിളിക്കണം. ഓക്കെ, ഇപ്പുറത്ത് വിളിച്ചു നോക്കാം. കണ്ണുണ്ടെങ്കിൽ അവന് സമയം നോക്കാനായിട്ട് ഒരുപാട് ക്ലോക്ക് ഉണ്ട്. യെസ്, സമയത്തിന് അവിടുത്തെ ക്ലോക്കിലെ ബെല്ല് ഉണ്ട്. ചെവിയുടെ പവർ. ആ ക്ലോക്കിലെ ബെല്ല് കേട്ടുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ക്ലോക്കിലെ ബെല്ല് കേൾക്കുന്നതനുസരിച്ച് വേണം നമ്മൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാം. ഓക്കെ, വീണ്ടും ക്ലോക്കിലെ ബെല്ല് കേൾക്കുന്നുണ്ട്. സംഭവം ആ ചെരുപ്പെടുത്ത് ലിഫ്റ്റാണോ എന്താണെന്ന് അറിയത്തില്ല. അവിടേക്ക് എറിയണം. ആണ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. സ്മെല്ല് വെച്ച് അവൻ ഇങ്ങോട്ട് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ആ ചെരുപ്പെടുത്ത് ഡോർ തുറക്കണം ഗൈസ്. ഓക്കെ, യെസ്, വീണ്ടും ബാഗ്. ആ ബെല്ലൊന്നുകൂടി കേട്ടോണ്ട് നമുക്ക് അവിടെ രക്ഷപ്പെടാനുള്ള സമയം കിട്ടി. ഇവിടെ ഫുള്ള് ക്ലോക്കാണ്. ഇത് ആർക്ക് സമയം നോക്കാനാണെന്ന് മനസ്സിലാവാത്തത്. സമയം നോക്കുന്നത് പിന്നെയും കുഴപ്പമില്ല. ഇതാരാ പഠിക്കുന്നേ? വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള പ്രേതങ്ങളാണെന്ന് തോന്നുന്നു. പ്രേതങ്ങളാണോ ചെറുത്താന്മാരാണോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും വിവരമൊക്കെ ഉള്ള ആൾക്കാരാ. എന്തുമാത്രം ബുക്കുകൾ അവർ വായിക്കുന്നേ. ഓക്കെ, നമുക്ക് ഇവിടെ എന്നാ ഇവിടെ വഴിയില്ല. എന്തായാലും നമുക്ക് ആ ഗെയിം സേവ് ചെയ്യാം. ഇനി അവൻ്റെ അടുത്തുനിന്ന് എത്തിക്കഴിഞ്ഞ പണിയാണ്. ഇവിടെ നേരെ പിയാനോയിലേക്കാണ് ചടേണ്ടത്. ഓക്കെ, ഓടിക്കോ. യെസ്, പിടി വിട്ടുപോയി, ചത്തുപോയി. ഓക്കെ, ഇത്തവണ നമ്മൾ സാഹസികമായി കയറിയിരിക്കുകയാണ്. കയറുകയാണ്. ഇവൻ എവിടെ നിന്നെല്ലാം അവന് തൂങ്ങി വരുന്നതെന്ന് അറിയാൻ പറ്റാത്ത. എങ്ക പാത്താലും നീ എപ്പിടാ. ഓക്കെ, നമുക്ക് ഇനി ആ തൂണിൻ്റെ അടുത്തുള്ള അവിടെ എന്തോ അവിടെ അതിൻ്റെ ഒരു കീ, അതായത് അതിൻ്റെ കീയല്ല ലിവർ, അത് കണ്ടുപിടിക്കണം. ഇവിടെ ഉണ്ട് ഗൈസ്. ഈ ബുക്ക് വഴി കയറി മഴ പോവാം. അവിടെ കൂടെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അതേ ബുക്ക് വഴി തന്നെയാണ് പോവുക. കാലൻ്റെ കൈ നീണ്ടു പിടിയോ. കാലൻ്റെ കൈ ഇങ്ങൊക്കെ എത്തുന്നു. ഓക്കെ, ആ പാവ സംഭവം നമ്മൾ എടുത്തറിഞ്ഞ് സൗണ്ട് ഉണ്ടാക്കണം. അതെ, സൗണ്ട് ഉണ്ടാക്കിയത് പോകത്തുള്ളൂ. എറിഞ്ഞ സ്ഥലം മാറിപ്പോയി. കുഴപ്പമില്ല. അവൻ്റെ കൈ ഫുള്ള് അവിടെ കിടന്ന് പരതുന്നുണ്ട്. എന്തായാലും നമുക്ക് പയ്യെ ഇറങ്ങി താഴേക്ക് പോവാം. ഓക്കെ, ഇപ്പുറത്ത് വരുന്നുണ്ട്. നമുക്ക് താഴെ എത്താം. അതിന് മുന്നേ ഞാൻ വന്ന് കുഴപ്പമില്ല. സഭ അവിടെ എന്തോ നോയിക്കൊണ്ട് നിൽക്കുകയാണ്. വരൂ. ഇല്ല ഇല്ല, ഇല്ല സഭ അവിടെ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് അതിന് മുന്നേ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകണം. ഓക്കെ, ഈ ബുക്ക് വഴിയിലേക്ക് ഇറാം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. വന്ന് ഫാസ്റ്റ്
ഓക്കെ ഗൈസ്, കണ്ണും കൂടി കാണാറുന്നെങ്കിൽ അപ്പം എല്ലാരും കൊന്നിനെ ലിവർ കിട്ടി ഗൈസ്. പക്ഷെ ഈ ലിവറും കൊണ്ട് മേലോട്ട് കയറാനാണ് പറ്റാത്ത. ഇവിടെ എന്തെങ്കിലും ഒരു TV കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നതാണോ നിങ്ങൾക്ക് തോന്നുന്നതെന്നറിയത്തില്ല. മേ ബി ആ TV പ്ലേ ചെയ്യണമായിരിക്കും. അത് പ്ലേ ആവുമെന്നറിയത്തില്ല. അതെ ഗൈസ്, അവൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ സവനോട് തുടർന്ന് കടന്നു പോയാം. ഞാൻ വരുന്നുണ്ട്. അതെ, ടീഹിയുടെ ചെവി വച്ചിരിക്കുകയാണ് ഗൈസ്. നൊസ്റ്റാൾജിയ പാട്ടും അല്ലായിരിക്കും. ഇവിടെ എവിടെയായിരുന്നു വഴി, പെട്ടെന്ന് ഓടിക്കും. TV കാണുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ എസ്കേപ്പ് ആവണം. ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും പാടില്ലായിരുന്നു. ഇത് കയ്യിലുള്ളതുകൊണ്ട് സംഭവം മേളുവഴി കയറി പോകാനും പറ്റുന്നില്ല. ഓക്കെ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവുക. ഓക്കെ, പെട്ടെന്ന് 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 അതവിടെ വയ്ക്കണ്ടടാ. എടുത്തു. ഓക്കെ, കറക്റ്റിക്കും. ഒമ്മേ, ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള എല്ലാ പ്രാതങ്ങളും ഇവിടെ വരും. ഓക്കെ, ലിവറെ വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോവോ? ഇല്ല, അതിനു മുന്നേ നമുക്ക് ചടിക്കാറാം. ഓക്കെ, ഇപ്പൊ താഴെ പോകാനെ ഓടിക്കോ നിൽക്കണ്ട. ഓക്കെ, ഇനി ഞാൻ വരത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, സാഹസികമായി നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ്. അതിസാഹസികമായി അവിടുന്ന് സ്റ്റീം വരുന്നുണ്ട്. ചിലപ്പോ അവര് എഴുതിക്കുമ്പോൾ നമ്മളെ ഓക്കെ ഗൈസ്, ഈ തള്ളി അവിടെ കൊണ്ടുപോകണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളും കൂടി സ്റ്റീം ആവും. സ്റ്റീം ബാത്തിന് ഇപ്പോൾ പറ്റത്തില്ല. ഓക്കെ, തള്ളിക്കും. ഇവിടം തള്ളാൻ പറ്റത്തില്ല എന്നാ തോന്നുന്നത്. താഴെ പോകുന്നു. ഓക്കെ, നമ്മൾ പിടിക്കാതെയാണ് ഇത്ര നേരം തള്ളിയത്. പോവാത്തെ സ്കിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുപോയിക്കണം. ഓക്കെ, ഇനി നമ്മൾ അപ്പുറത്തേക്ക് പോകണം. ഓക്കെ, താനെ വിളിക്കുമ്പോൾ വരുവാണ്. ഓക്കെ, ഇനി അവർ പെട്ടെന്ന് തള്ളാം. ഓല്ലടാ. ഓക്കെ, അതിവിടെ കൊണ്ടുവന്നത് സംഭവം ആ ഡോറ് തുറക്കാനാ. ചടിക്കൂ. ഓ ഗോയ്സ്, ഗുണാക്കേത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. താഴെ കൂടി താരം പോന്നളക്ക് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം ഗൈസ്. ഗുണാക്കേവിനകത്ത് വീഴുന്നത് പോണം. ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ ലൂസടിക്കാൻ പോലും ആരും കാണത്തില്ല. ഓക്കെ, ഇപ്പം നമ്മൾ എന്തായാലും സേഫായി. ഈ ചെറിയ വഴി കൂടെ ആ JCB എന്തായാലും വരാൻ പറ്റത്തില്ല. കാല് ഉള്ള പൊത്തിലൊക്കെ തയ്യുണ്ട് വെച്ച്. ഓക്കെ, സംഭവന് അല്ലെങ്കിലും കണ്ടുകൂടാ. ഇതിനവൻ കാണാൻ പറ്റൂല. അപ്പൊ അവന്റെ കൈ മേലോട്ടുമ്പോ നമ്മൾ സൗണ്ട് ഉണ്ടാക്കാതെ പോകണം ഗൈസ്. അതെ, അത് മാത്രമാണൊരു വഴി. ഓക്കെ, നമ്മൾ പോയതറിയാൻ കൈ എടുത്ത് കേട്ടോ. ഈ എലികളാണ് നമുക്ക് പണി വെക്കുന്നത്. ഓക്കെ, ചടിക്കോ ഗൈസ്. കൈ ഓടിക്കോ. പണിയാണ് ഗൈസ്. പിടിച്ച് ഗൈസ്. ഇല്ല, കേറ്. പിടിച്ച്. ഒരു സെക്കൻഡ് സമയം തന്നില്ല കാലെ. എങ്ങനെയെങ്കിലും അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും.
എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾ അറിയാതെയും അറിഞ്ഞതും ഞാൻ മരിച്ചതിൻ്റെ എണ്ണം ഒരുപാടുണ്ട് ഗൈസ്. മരണം 1, മരണം 2, മരണം 3, മരണം 4, മരണം 5, മരണം 6, മരണം 7. അങ്ങനെ ഒരുപാട് മരണങ്ങൾക്കൊടുവിൽ ഇത്തവണ ഞാൻ മരിക്കാതെ ആ കൂട്ടിന്ന് രക്ഷപ്പെടുകയാണ് ഗൈസ്. ഓക്കെ, സംഭവം അവനെവിടെ നിന്ന് കൊന്നിട്ട് നമുക്ക് പോകാൻ പറ്റും. അവനവിടെ നിന്ന് കൊല്ലണമെങ്കിൽ ആ കേച്ചിൻ്റെ തൂണുകളൊക്കെ 2 കമ്പി അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഓക്കെ, ഒരെണ്ണം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടിയുള്ളൂ ഗൈസ്. ചാടിപ്പോയി. ഈ ഗെയിം ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് ഈ ലെവലിൽ കഴിയാൻ പെടുന്ന പാട്. നിങ്ങൾ കണ്ടതും കാണാത്തതുമായി ആയിരക്കണക്കിന് തവണ മരണങ്ങൾക്ക് ശേഷം അവൻ്റെ അലമുറയിട്ടുള്ള വിളി ഞാൻ കേട്ടു ഗൈസ്. അവനെ എന്നെ കൊന്നു. അങ്ങനെ ജസ്റ്റിഫിക്കാൻ ഈ നമ്മുടെ ഗെയിമിൻ്റെ ഗൈസ് അവൻ വളരെ ദയനീയപൂർവ്വം മരണത്തിലേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ ആ കടമ്പ കഴിഞ്ഞു നമ്മൾ അടുത്ത ലെവലിലേക്ക്. ഓക്കെ, ഓക്കെ, ആ വഴിയുണ്ട് ഗൈസ്. വഴി പോലും കാണാൻ പറ്റാത്ത കൂരാൾക്കൂതിർ. ഓക്കെ, ഈ ലെറ്റർ വഴി നമുക്ക് മേളിലേക്ക് പോവാം. ഓക്കെ ഓ, സ്പൈഡർമാൻ തന്നെ തറയുവിന് ചില്ലായനെ. നമുക്ക് ഇനി എന്താണ് ജെസ്സിയും പേനെ പേടിക്കണ്ട, എന്തൊക്കെയോ തൂങ്ങി ആടുന്നുണ്ട്. എന്തോ മീറ്റൊക്കെയാണ് ഗൈസ്. ഓക്കെ, നമുക്കിതിൽ തൂങ്ങി പോവാം. അപ്പോൾ എന്തായാലും തവണ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാണ്ട് നമുക്ക് ഇവിടെ വെച്ച് തൽക്കാലം നടത്താം. അടുത്തതിൻ്റെ 3rd പാർട്ട് വരുന്നത് വരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത പാർട്ട് കാണാം ഗൈസ്. ഇതിൻ്റെ പാർട്ട് 3 ഉടൻ തന്നെ വരുന്നതാണ്.